ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പ് വൈസ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. മാത്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 11 പിക്ചർ കൗണ്ടിങ്. ഏറ്റവും അവസാനത്തെ പാഠമാണ്, അവസാനത്തെ ചാപ്റ്ററായ പിക്ചർ കൗണ്ടിങ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പറഞ്ഞു തരും, അതിൻ്റെ ഉത്തരങ്ങളാണ്. കൗണ്ടിങ് പിക്ചേഴ്സ്, ചിത്രങ്ങൾ എണ്ണുക എന്നുള്ളതാണ് കൗണ്ടിങ് പിക്ചേഴ്സിൻ്റെ മലയാളം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ. ഫെസ്റ്റിവൽ ഫെയർ. അപ്പോൾ ഫെസ്റ്റിവൽ ഫെയറിൽ എന്താ പറയണതെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഫെസ്റ്റിവൽ ടൈം അറ്റ് തണ്ണിക്കര. ദേ ഹാവ് എ ഗ്രേറ്റ് ബസാർ, സീ ദ ടോയ്സ് ദെയർ. അപ്പോൾ തണ്ണിക്കരയിൽ ഒരു ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വലിയൊരു ബസാർ ഉണ്ട്. അവിടെ എന്തൊക്കെയോ ടോയ്സ്, കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ഹൗ മെനി ഓഫ് ഈച്ച് ഇൻ ദ ടേബിൾ. ഓരോന്നും എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്ത് നിങ്ങൾ എഴുതണം. ആദ്യത്തെ ടോയ് ഈ മങ്കിയുടെ ടോയ് ആണ്. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 1 2 3 4 5 6 7. കൗണ്ട് ചെയ്യുക, താഴെ 7 എഴുതുക. അടുത്തത് നോക്കുക, ഈ ഷേപ്പുള്ള ബിയറിൻ്റെ ആണ്. അത് എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 എഴുതുക. അടുത്തത് റാബിറ്റിൻ്റെ ആണ്. ഇതാണ് റാബിറ്റ്. അപ്പോൾ ഇവിടെ റാബിറ്റിൻ്റെ എത്ര 1 2 3 4 5 എന്ന് എഴുതുക കേട്ടോ. അടുത്തത് നോക്കൂ, ക്യാറ്റാണ്. 1 2 3 4 5 6. അടുത്തത് നോക്കൂ, ഒരു കോഴിയാണല്ലേ. 1 2 രണ്ടെണ്ണം കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് എഴുതുക. വിച്ച് ടോയ് ഈസ് ദ മോസ്റ്റ് ഇൻ നമ്പർ. ഏറ്റവും കൂടുതൽ ഏതാണ്? നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ്? 8 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അത് എഴുതി. ബിയർ ആണ് 8 കേട്ടോ. വിച്ച് വൺ ഇസ് ദ ലീസ്റ്റ്. ഏറ്റവും കുറവ് ഏതാണ്? ചിക്കൻ. അത് ഈ കോഴിക്കുട്ടി, നിങ്ങൾക്കത് എന്താ പേരെന്ന് വെച്ചാൽ അത് എഴുതാം കേട്ടോ. ചിക്കൻ എന്ന് എഴുതണമെന്നില്ല. റൂസ്റ്റർ, പൂവൻ കോഴിയല്ലേ ഇത്. റൂസ്റ്റർ എന്ന് എഴുതിയാലും മതി കേട്ടോ. Toy birds, see the toy birds. How many of each bird? Write in the table. Toy birdsന്റെ ചിത്രങ്ങളാണ്. ഓരോന്നും എത്ര എണ്ണം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്ത് എഴുതിയാൽ മതി. ആദ്യം നമുക്ക് പാരറ്റ് നോക്കാം കേട്ടോ. 1 2 3 4 5 6. അടുത്തത് നോക്കൂ, ഡക്കാണ്. ഡക്ക് 1 2. ചിക്കൻ തന്നെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ തന്നെ എഴുതിക്കോളൂ. കോഴീനെ ചിക്കൻ 1. ഔൾ എത്രണ്ണാണ്? ഔൾ എവിടെ? ഔളിനെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതാ 1 2 3 ഔൾ. നെക്സ്റ്റ് ഈഗിളാണ് കൂടുതൽ തോന്നണം അല്ലേ. 1 2 3 4 5 6 7 8 ആരാണ്? ഈഗിൾ. വിച്ച് ടോയ് ഈസ് ദ മോസ്റ്റ് ഇൻ നമ്പർ. ഏറ്റവും കൂടുതലുള്ളത് ഏത് ടോയ് ആണ്? ഈഗിൾ. ഹൗ മെനി മോർ പാരറ്റ്സ് ദാൻ ഔൾസ്. ഔൾസിനേക്കാൾ എത്ര കൂടുതൽ പാരറ്റ് ഉണ്ടെന്ന് അറിയാൻ 6 - 3 ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നോക്കാം. ആൻസർ 3 ആണ്. വിച്ച് ആർ മോർ, ഡക്സ് ഓർ ചിക്കൻസ്. ഡക്സ് ആണോ ചിക്കൻസ് ആണോ കൂടുതൽ? ഡക്ക് ആണല്ലേ. അപ്പോൾ ഡക്സ് എന്ന് എഴുതുക. ഹൗ മെനി മോർ, എത്ര കൂടുതൽ ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഡക്കിൻ്റെ 2ൽ നിന്ന് ചിക്കൻ്റെ 1 മൈനസ് ചെയ്യുക കേട്ടോ. അപ്പോൾ 1 ആൻസർ വരും. നൗ റൈറ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് ആൻഡ് ആസ്ക് യുവർ ഫ്രണ്ട്. ഇതുപോലൊരു ചോദ്യം ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കൂ. നമുക്ക് ചോദ്യം നോക്കാം. വിച്ച് ടോയ് ഈസ് ദ ലീസ്റ്റ് ഇൻ നമ്പർ. ഏറ്റവും കുറവ് ഏത് ടോയ് ആണ്? ചിക്കൻ. പ്രൈസ് ഓഫ് ടോയ്സ്. സീ ദ പ്രൈസ് ഓഫ് ടോയ്സ്. ടോയ്സിന്റെ വിലകളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ബിയർ ഉണ്ട് ആദ്യം. ബിയറിന് എത്ര രൂപയാ? 125 റുപ്പീസ്, 125 രൂപ. റാബിറ്റിന് എത്ര രൂപയാ? 89 റുപ്പീസ്. മങ്കിക്ക് എത്ര രൂപയാ? 99 റുപ്പീസ്. അടുത്തത് ഡക്കിന് എത്ര രൂപയാ? 69 റുപ്പീസ്.
അടുത്തത് ക്യാറ്റിന് എത്ര രൂപയാ? 79 റുപ്പീസ്. ചിക്കൻ എത്ര രൂപയാ? 89 റുപ്പീസ്. വിച്ച് ഓൾ ടോയ്സ് ഹാവ് സെയിം പ്രൈസ്? ഇതിൽ ഒരേ വിലകൾ ഏതൊക്കെ ടോയ്സിനാണ്? ചിക്കനും റാബിറ്റിനും അല്ലേ? അപ്പോൾ അത് നമുക്ക് എഴുതാം. ഹൗ മച്ച്? എത്ര രൂപയാ? 89. Is it correct if one sees the difference in the prices of a toy duck and a toy cat is 20 rupees? അപ്പോൾ ടോയ് ഡക്കിൻ്റെയും ടോയ് കാറ്റിൻ്റെയും പ്രൈസ് ഡിഫറൻസ് 20 രൂപയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് കറക്റ്റ് ആണോ? എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഡക്കിൻ്റെ വിലയും അതേപോലെ തന്നെ ക്യാറ്റിൻ്റെ വിലയും നോക്കണം. ഡക്കിന് 69ഉം ക്യാറ്റിന് 79ഉം ആണല്ലേ. ബട്ട് 79 നിന്ന് 69 മൈനസ് ചെയ്താൽ നമുക്ക് എന്തേ വരൂ? 10 വരുള്ളൂ. സോ ഇത് കറക്റ്റ് അല്ല കേട്ടോ. No, the difference in the prices of a toy duck and a toy cat is 79 and 69 പോയ 10 ആണ്. സോ അവർ തന്നിരിക്കുന്നത് കറക്റ്റ് അല്ല. Find two toys whose prices differ by 10 rupees. 10 രൂപ ഡിഫറൻസ് വരുന്ന രണ്ട് ടോയ്സിൻ്റെ പേരാണ്. മങ്കിയുടെ ടോയും അതേപോലെ മങ്കിയുടെ ടോയ്ക്ക് 99 ആണ്, റാബിറ്റിൻ്റെ ടോയ്ക്ക് 89 ആണ്. ഡിഫറൻസ് നമുക്ക് 10 വരും. വിച്ച് ആർ ദ ടോയ്സ് ഹാവിങ് കോസ്റ്റ് ലെസ് ദാൻ 90 റുപ്പീസ്? 90 രൂപയിൽ കുറവ് വിലയുള്ള ടോയ്സ് ഏതൊക്കെയാ? റാബിറ്റ്, ഡക്ക്, ക്യാറ്റ്, ചിക്കൻ. വൺ കിഡ് ഹാസ് ഓൺലി 100 റുപ്പീസ് വിത്ത് ഹിം. വിച്ച് ആർ ദ ടോയ്സ് ഹി ക്യാൻ നോട്ട് ബൈ? 100 രൂപയെ ഒരു കുട്ടിയുടെ കയ്യിലുള്ളൂ, ഏതൊക്കെ ടോയ്സ് അവന് വാങ്ങിക്കാൻ പറ്റില്ല എന്നാണ് ചോദിക്കുന്നത്. ബിയർ ആണ് കേട്ടോ. വൈ? ബിയറിന് 125 റുപ്പീസാണ്. 100 രൂപയുള്ള ആൾ എങ്ങനെ ഒരു 125 രൂപയുടെ സാധനം വാങ്ങിക്കും? അതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, സീ ദ ടേബിൾ ഗിവൺ ബിലോ. എ പേഴ്സൺ ഹാസ് 100 റുപ്പീസ് വിത്ത് ഹിം. ഒരാളുടെ കയ്യിൽ 100 രൂപയാണുള്ളത്. റൈറ്റ് ഹൗ മച്ച് ഹി വിൽ ഗെറ്റ് ബാക്ക് ഇൻ ഈച്ച് കേസ് ബിലോ. അപ്പോൾ ഓരോ 100 രൂപയിൽ നിന്ന് നമ്മൾ ഈ ഓരോ സാധനം വാങ്ങിക്കുന്ന സമയത്ത് 100 രൂപയാണ് കൊടുക്കുന്നത്, ബാക്കി എത്ര കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ റാബിറ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ റാബിറ്റിന് 89 റുപ്പീസാണ്. അപ്പോൾ 100 രൂപ കൊടുത്തു, 89 മൈനസ് ചെയ്താൽ 11 കിട്ടും കേട്ടോ. അടുത്തത് നമ്മൾ മങ്കി വാങ്ങുകയാണ്, 100 കൊടുത്തു, 99 റുപ്പീസ് ആണെങ്കിൽ 100 മൈനസ് 99 ചെയ്താൽ 1 കിട്ടും. അടുത്തത് ഡക്കാണ് വാങ്ങണതെങ്കിൽ 100 മൈനസ് 69 ചെയ്യുക, അപ്പം നമുക്ക് എന്ത് കിട്ടും? 31 റുപ്പീസ് കിട്ടും. അടുത്തത് ക്യാറ്റാണ് വാങ്ങണതെങ്കിൽ 100 മൈനസ് 79 ചെയ്യുക, അപ്പം നമുക്ക് 21 റുപ്പീസ് കിട്ടും. ഇഫ് ഐ ഗോ ടു ദ വെസ്റ്റ് ഫെസ്റ്റിവൽ ടുമോറോ വാട്ട് ടോയ് ഷുഡ് ഐ ബൈ? ഞാൻ നാളെ ഫെസ്റ്റിവലിന് പോയാൽ ഞാൻ ഏത് ടോയാണ് വാങ്ങുക? See the pictures of toys drew Paru's friends. പാറുവിൻ്റെ ഫ്രണ്ട്സ് വരച്ച ടോയ്സ് ആണ് അതെല്ലാം. സോ ഡ്രോ ദ പിക്ചർ ഓഫ് എ ടോയ് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടോയ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നോക്കാം, വിച്ച് ഇസ് ദ ടോയ് മോസ്റ്റ് ലൈക്ക്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഡോറയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഹൗ മെനി ലൈക്ക്ഡ് എ ടോയ് കാർ? എത്ര പേർക്ക് ടോയ് കാർ ഇഷ്ടപ്പെട്ടു? 6. അപ്പോൾ പാറുവിൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടതാണ് പാറുവിൻ്റെ ഫ്രണ്ട്സ് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ടോയ് കാർ എത്ര ഉണ്ട് നോക്കൂ. 1 2 3 4 5 6 ഉണ്ട് അല്ലേ. ടോയ് കാർ 6 പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡോറയാണോ? 1 നോക്കാം, 2 3 4 5 6 7 ഉണ്ട് അല്ലേ, ഡോറയാണ്. റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ടോയ് ഇൻ ദ ടേബിൾ. ഓരോ ടോയ്സും എത്ര നമ്പറാണെന്ന് എഴുതുക. ആദ്യത്തെ JCBയുടെ 5, ബൈക്കിൻ്റെ 3, അടുത്തത് സ്പൈഡർമാൻ്റെ 1, അടുത്തത് ബിയർ ആണ് 4, ഡോറയുടെ 7, എലിഫന്റ് 4, കാർ 6. വിച്ച് ആർ ദ ടോയ്സ് ദ സെയിം നമ്പർ ഓഫ് കിഡ്സ് ലൈക്ക്ഡ്? ഒരേപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരേ നമ്പർ വരുന്നത് ഏതൊക്കെയാണ്? ഇത് രണ്ടുമാണല്ലേ, എലിഫന്റും ബിയറും. വിച്ച് ഇസ് എ ടോയ് ഓൺലി വൺ ലൈക്ക്ഡ്? ഒരാൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടത് ഏതാ? സ്പൈഡർമാൻ. അടുത്ത ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആണ്. നോക്കൂ, തന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ഫ്ലവർ ആർ ദർ ആൻഡ് റൈറ്റ് ബിലോ. ഓരോന്നും എത്ര ടൈപ്പ്, ഓരോന്നും എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതണം. നോക്കൂ, ആദ്യം ഇതുപോലത്തെ ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് ഒന്ന് എണ്ണു. 1 2 3 4 5 6 7. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? 8 9 10 ഉള്ളൂ നോക്കാം അല്ലേ നമുക്ക്.
10. അടുത്ത ഷേപ്പിലുള്ളത് എത്ര എണ്ണം ഉണ്ട്? 4. അടുത്ത ഷേപ്പിൽ താമരയുടെ ഇതള് പോലെ കുറേ 4 ആണ്. അടുത്തത് 7 ആണ്. അടുത്ത കുറേ ഇതളുകളുള്ളത് 5. അടുത്തത് 6 ഇതളുള്ളത് 2 എണ്ണം കേട്ടോ. കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഫ്ലവേഴ്സിൻ്റെ ശരിക്കും ഒന്ന് കൗണ്ട് ചെയ്യുക. വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് 5 ഇതള് മാത്രമല്ലേ ഉള്ളൂ. 5 ഇതളുള്ളത് എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3. 3 കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? 4. അടുത്തത് കുറേ ഇതളുള്ളത് എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3 4. അടുത്തത് നോക്കൂ, വെറും 5 ഇതള് മാത്രമുള്ളത്. 1 2 3 4 5 6 7. അടുത്ത് കുറേ ഇതളുകളുള്ളത് 1 2 3 4 5. അടുത്തത് 6 ഇതളുകൾ വരുന്നത് എത്ര ഉണ്ട്? 6 ഇതൾ എവിടെ? 1 2 2 എണ്ണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം കൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം, തുടർന്ന് വാച്ച് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.